ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്ട്സ്. അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസും എക്സാമ്പിൾസാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്ട്സിനകത്ത് വരുന്നത് 3 തരം ഫെർമെൻറ്റേഷനാണ്. മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ഈസ്റ്റ് ലാക്റ്റിക് ഫെർമെൻറ്റേഷൻ, മോൾഡ് ലാക്റ്റിക് ഫെർമെൻറ്റേഷൻ, അങ്ങനെ 3 ടൈപ്പാണ് പ്രധാനമായും ഉള്ളത്. ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതിൽ തന്നെ 3 എണ്ണം വരുന്നുണ്ട്: മീസോഫിലിക്, തെർമോഫിലിക്, പ്രോബയോട്ടിക്. ഈ മീസോഫിലിക് എന്ന് പറയുമ്പോൾ അതിൽ എക്സാമ്പിളാണ് ബട്ടർ മിൽക്ക്, കൾച്ചേർഡ് ബട്ടർ മിൽക്ക്, വൈമർ. ചോദിക്കാറുണ്ട് മീസോഫിലിക്കിൽ ഏതാ വരുന്നത്? ബട്ടർ മിൽക്ക്, നമ്മുടെ മോരും വെള്ളം തന്നെ അല്ലേ. ബട്ടർ മിൽക്ക്, കൾച്ചേർഡ് ബട്ടർ മിൽക്ക്, വൈമർ, ഇതൊക്കെ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? മീസോഫിലിക്കാണ്. ഏത് ഫെർമെൻറ്റേഷനാണ്? ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. സെക്കൻഡ് വണ്ണാണ് തെർമോഫിലിക്. അതിലാണ് നമ്മുടെ യോഗട്ട് വരുന്നത്. അതുപോലെ സ്കിർ ചോദിക്കാം, ലെബനെ, ലെബാൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ യോഗട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചോളൂ. അതുപോലെ സ്കിർ ദെൻ ബൾഗേറിയൻ ബട്ടർ മിൽക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഏതിനകത്താണ്? നമ്മുടെ തെർമോഫിലിക്കിലാണ്. ഇനി മൂന്നാമത്തെയാണ് ഇവിടെ തെറ്റി എഴുതിയതാണ് കേട്ടോ. ഇത് ബി തെർമോഫിലിക്, ഇത് സി പ്രോബയോട്ടിക്. പ്രോബയോട്ടിക്കിൽ വരുന്നതാണ് അസിഡോഫിലസ് മിൽക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. യാക്കുൾട്ട് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രോബയോട്ടിക്കിൽ വരുന്നതാണ് യാക്കുൾട്ട്, പിന്നെ കൾച്ചറ AB. അത് സാധാരണ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പായിട്ട് പറയാം. മീസോഫിലിക് ഉണ്ട്, തെർമോഫിലിക് ഉണ്ട്, പ്രോബയോട്ടിക് ഉണ്ട്. മീസോഫിലിക്കിലാണ് ബട്ടർ മിൽക്ക്, കൾച്ചേർഡ് ബട്ടർ മിൽക്ക്, വൈമർ എന്നിവ വരുന്നത്. തെർമോഫിലിക്കിൽ വരുന്നതാണ് യോഗട്ട്, സ്കിർ, ബൾഗേറിയൻ ബട്ടർ മിൽക്ക്. ഈ 3ആണ് അതിൽ ഇമ്പോർട്ടൻ്റ്: യോഗട്ട്, സ്കിർ, ബൾഗേറിയൻ ബട്ടർ മിൽക്ക്. പ്രോബയോട്ടിക്കിൽ വരുന്നതാണ് അസിഡോഫിലസ് മിൽക്കും യാക്കുൾട്ടും. മറക്കരുത്, അസിഡോഫിലസ് മിൽക്ക് ഏതിലാണ് വരുന്നത്? പ്രോബയോട്ടിക്കിലെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ, ലാക്റ്റിക് ഫെർമെൻറ്റേഷനിൽ. സെക്കൻഡ് കാറ്റഗറിയിലാണ് ഈസ്റ്റ് ലാക്റ്റിക് ഫെർമെൻറ്റേഷൻ അല്ലേ. അതിന് എക്സാമ്പിളാണ് കെഫിർ, കോമിസ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അസിഡോഫിലസ് ഈസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിൽക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈസ്റ്റ് ലാക്റ്റിക് ഫെർമെൻറ്റേഷനിൽ ആരൊക്കെ വരുന്നത്? 4 പേര് വരുന്നുണ്ട്. 4 ഇനി ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഈസ്റ്റ് ലാക്റ്റിക് ഫെർമെൻറ്റേഷനിൽ കെഫിർ, കോമിസ്, അസിഡോഫിലസ് ഈസ്റ്റ്, മിൽക്ക് എന്നിങ്ങനെ 4 എണ്ണം വരും. ഒന്നുകൂടെ പറയാം: കെഫിർ, കോമിസ്, അസിഡോഫിലസ് ഈസ്റ്റ് ആണ് കേട്ടോ. അസിഡോഫിലസ് മിൽക്ക് ഏതിലാണ് വന്നത്? പ്രോബയോട്ടിക്കിൽ. ഇവിടെ മിൽക്ക് വരുന്നുണ്ട്, അസിഡോഫിലസ് ഈസ്റ്റും വരുന്നുണ്ട്. അത് ഈസ്റ്റ് ലാക്റ്റിക് ഫെർമെൻറ്റേഷനിൽ. ഓക്കെ, മോൾഡ് ലാക്റ്റിക് ഫെർമെൻറ്റേഷനിലാണ് നമ്മുടെ വിലി വരുന്നത്. മോൾഡ് ലാക്റ്റിക് ഫെർമെൻറ്റേഷൻ ഇതും ചോദിച്ചിട്ടുണ്ട് പലതവണ, വിലി. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. 3 ടൈപ്പ്: ലാക്റ്റിക് ഫെർമെൻറ്റേഷൻ, ഈസ്റ്റ് ലാക്റ്റിക്, മോൾഡ് ലാക്റ്റിക്. ഇനി ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ബട്ടർ മിൽക്ക് ഏതിലാണ് വരുന്നത്? യോഗട്ട് ഏതിലാണ് വരുന്നത്? അസിഡോഫിലസ് മിൽക്ക് ഏതിലാണ് വരുന്നത്? യാക്കുൾട്ട് ഏതിലാണ് വരുന്നത്? ഈസി ആയിട്ട് ഇപ്പോഴേ പഠിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ഈ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സിൻ്റെ മെഡിക്കൽ അപ്ലിക്കേഷനാണ് ഇവിടെ നമ്മുടെ ടോപ്പിക്ക്. മെഡിക്കൽ അപ്ലിക്കേഷനിൽ ഈ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ് ഈസ് ട്രഡീഷണലി യൂസ്ഡ് ആസ് എ condiment and has potential anti-inflammatory property? Options: miso, cheese, vinegar, sauerkraut. അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫെർമെൻറ്റഡ് പ്രോഡക്റ്റാണ് ട്രഡീഷണലി യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇത് ഒരു കോണ്ടിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൊട്ടൻഷ്യൽ എന്താ ഉള്ളത്? ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് അല്ലേ. അത് സ്വെല്ലിങ്, റെഡ്നെസ്, പെയിന് ഒക്കെ നമ്മുടെ ബോഡിയിൽ വരുന്നതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഇൻഫ്ലമേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ കൂടി ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫ്ലമേഷന് എതിരായിട്ട് നിൽക്കുന്നത് ഏതാണ്? ഇൻഫ്ലമേഷൻ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, മിസോ ആണ്. അപ്പോൾ എ ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് ദാറ്റ് റെഡ്യൂസസ് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി ദാറ്റ് ഈസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി.
ഓക്കെ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ് ബ്ലോക്ക് സർട്ടൈൻ സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി ദാറ്റ് കോസ് ഇൻഫ്ലമേഷൻ. അപ്പോൾ മിസോ എന്ന് പറയുന്നതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത്, നീർക്കെട്ട് തടയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഒരു ഫെർമെൻറ്റഡ് പ്രോഡക്റ്റാണ് ട്രഡീഷണൽ ആയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which fermented product is associated with improved skin health and is used in skin care product? മനസ്സിലായോ? സ്കിൻ കെയർ പ്രോഡക്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല സ്കിൻ്റെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഏതാണെന്നാണ് ഓപ്ഷൻ? യോഗട്ട്, കൊംബൂച്ച, ടെമ്പെ, സോർട്ട് ഓഫ് ബ്രെഡ്. അപ്പോൾ സ്കിന്നിന് വേണ്ടി വളരെ നല്ല ഒരു സംഭവമാണ് കൊംബൂച്ചയാണ് നമ്മുടെ ആൻസർ. കൊംബൂച്ചയുടെ പിക്ചർ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കൊടുത്തിരിക്കുക. ഒരു തേന് പോലെയൊക്കെയാണ് കണ്ടാൽ. പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമാണ് കൊംബൂച്ച അല്ലേ? കൊംബൂച്ച എന്ന് പറയുന്നത് ഒരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. ഇത് നമ്മുടെ നല്ല ഗട്ട് ബാക്ടീരിയയുടെ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കൊംബൂച്ച എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതായതുകൊണ്ട് തന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്, കൊംബൂച്ച. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which fermented beverage has been linked to cardiovascular health benefit due to its high content of probiotics and antioxidants? ഏത് fermented beverage ആണ് linked to cardiovascular health benefit ഉള്ളത്? കാരണം എന്താ? അതിൻ്റെ കണ്ടൻറ്റ്, ഹൈ കണ്ടൻറ്റ് ഓഫ് പ്രോബയോട്ടിക്സ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. പ്രോബയോട്ടിക്സും ആൻറ്റി ഓക്സിഡൻസും ഹൈ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാർഡിയോവാസ്കുലർ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ്. ഏത് ഫെർമെൻറ്റഡ് ബിവറേജ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ബിയർ, റെഡ് വൈൻ, ഗ്രീൻ ടീ, കെഫിർ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? റെഡ് വൈൻ ആണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിനാണ്? റെഡ് വൈനാണ്. ഇതിന് ഹൈ കണ്ടൻറ്റ് ഓഫ് പ്രോബയോട്ടിക്സ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാർഡിയോ വസ്കുലർ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പ്രോബയോട്ടിക് തെറാപ്പി ടു പ്രൊമോട്ട് ഗട്ട് ഹെൽത്ത്? ഗ്യാസ്ട്രോമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഗട്ട് എന്ന് പറയുന്നത്. അപ്പം ഏത് പ്രോഡക്റ്റാണ് പ്രോബയോട്ടിക് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: യോഗട്ട്, വൈൻ, വിനേഗർ, സോയ സോസ്. 4 എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിലേതാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് യോഗട്ടാണ് കേട്ടോ. തന്നിരിക്കുന്നതിലേതാണ്? യോഗട്ടാണ് ഗട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ സ്റ്റമക്ക്, ഇൻറ്റസ്റ്റൈൻസ്, കോളൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂട്രിയൻസ് ഡൈജസ്റ്റ് ചെയ്യുക, അബ്സോർബ് ചെയ്യുക, എക്സ്ക്രീഷൻ, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഗട്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് യോഗട്ട് വളരെ നല്ലതാണെന്ന് ഓർത്താൽ മതി. ഇനി നെക്സ്റ്റ് വൺ. വിച്ച് ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടി ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ വൂണ്ട് കെയർ? ഏത് ഫെർമെൻറ്റഡ് പ്രോഡക്റ്റാണ് ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടിയിൽ അറിയപ്പെടുന്നത്? മാത്രമല്ല വൂണ്ട് കെയർ, മുറിവൊക്കെ വേഗം ഉണങ്ങാനും വളരെ നല്ലതാണ്. അതിൻ്റെ പിക്ചറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പേര് നിങ്ങൾ പറയണം. ഓപ്ഷൻസ് എന്താ? കെഫിർ, കിംചി, സോർക്കോട്ട്, മനുക്ക, ഹണി. മാനുക ഹണി. കറക്റ്റ് ആൻസർ ഏതാ? മാനുക ഹണി ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് നമ്മുടെ മാനുക ഹണി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതൊരു പ്രോഡക്റ്റാണ്, ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ഈ മാനുക ഹണിയുടെ പ്രത്യേകത, ഇത് ഓസ്ട്രേലിയയിൽ അതുപോലെ ന്യൂസിലാൻഡിലൊക്കെ ബീസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ടീ ട്രീ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ടീ ട്രീ എന്ന പേരിലും അറിയപ്പെടും. പിന്നെ അതുപോലെ ഇതിൽ നല്ലോണം മീഥൈൽ ഗ്ലയോക്സാൽ ഉണ്ട്. മീഥൈൽ ഗ്ലയോക്സാൽ നമ്മളിവിടെ പറഞ്ഞു. മീഥൈൽ ഗ്ലയോക്സാൽ അതായത് ഇതാണ് ആൻറ്റി ബാക്ടീരിയൽ ഇഫക്റ്റ് ഒക്കെ കൊടുക്കുന്നത്. ആൻറ്റി ബാക്ടീരിയൽ ഇഫക്റ്റ് കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണ ഏതാണ്? മീഥൈൽ ഗ്ലയോക്സാൽ ആണ് കേട്ടോ ആൻറ്റി ബാക്ടീരിയൽ ഇഫക്റ്റ് കൊടുക്കുന്നത്. ഈ മനുക ഹണി എന്ന് പറയുന്നത് ആൻറ്റി വൈറൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ബെനിഫിറ്റ്സിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം മറന്നു പോരുത്, മനുക ഹണിയാണ്
പിക്ചർ മനസ്സിലുണ്ടായാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വൂണ്ട് കെയറിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഫെർമെൻറ്റഡ് പ്രോഡക്റ്റിനകത്ത് വരുന്ന ആൾക്കാരാണ് കിംച്ചിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. കേബേജ് അതുപോലെ ഉള്ള വെജിറ്റബിൾസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഫെർമെൻറ്റിംഗ് മൈക്രോ ഓർഗാനിസം ചോദിക്കാറുണ്ട് കിംച്ചിയുടെ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് വരുന്നത് കേട്ടോ. കിംച്ചിയുടെ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ സോർക്രോട്ട് അല്ലേ, സോർക്രോട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേബേജ് ആണ് അതിലെ റോ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. മെസൻറ്ററോയിഡ്സ്, പിന്നെ അതുപോലെ എൽ മെസൻറ്ററോയിഡ്സ്, എൽ പ്ലാന്റാരം, ഇതൊക്കെ അതിനകത്ത് വരുന്ന മൈക്രോ ഓർഗാനിസം ആണ്, ഫെർമെൻറ്റഡ് മൈക്രോ ഓർഗാനിസംസ് ആണ്. പിന്നെ ഇതിന് കെഫിർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോനകത്ത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടെമ്പയാണ്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോയാബീൻ ആണ്. റോ ഇൻഗ്രീഡിയൻറ്റ് പലതവണ ചോദിച്ചിട്ടുണ്ട്. റൈസോപ്പസ് ഒലിഗോസ്പോറസും മറ്റുമാണ് അതിൻ്റെ മൈക്രോ ഓർഗാനിസം വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വീഡിയോ വേഗം നിർത്തുകയാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് ഉടനെ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ ഗൈസ്, താങ്ക് യു.